ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുണ്ടാക്കുന്നത് അടപ്രഥമനാണ്. അതിനുവേണ്ടി നമ്മുടെ ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നട്ട്സും കിസ്മിസും നമുക്ക് വറുത്തെടുക്കാം. കണ്ട് ഇത്ര നട്ട്സും കിസ്മിസും നമ്മളെടുത്തിട്ട് വറുത്തെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം ആ നെയ്യിലോട്ട് തന്നെ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ അടപ്രഥമനുള്ള അട നമ്മൾ വെന്ത് വെച്ച സാധനം നമ്മൾ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചതിന് ശേഷം അത് ഊറ്റിയെടുത്ത് നമുക്ക് ആ തേങ്ങാപ്പാലിലോട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വെന്തതാണെങ്കിലും ഒരു 5 മിനിറ്റ് ഇതിൻ്റെ അകത്ത് കിടന്ന് അതുമായിട്ടൊന്ന് ചേരാൻ വേണ്ടിയാണ് ഒരു 5 മിനിറ്റ് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ശർക്കര കുറച്ച് ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് പായസം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അളവിനുള്ള ശർക്കര നമ്മൾ എടുത്തുള്ളൂ. ശർക്കര ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചേട്ടനാണ് പായസം ഉണ്ടാക്കി തരുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഏകദേശം കുറുകി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചുക്ക് നമ്മുടെ കൈവശം ഇല്ലാതിരുന്നതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് ഗരം മസാല പൊടിച്ചുകൊണ്ടായിരുന്നു. അത് 2 ഞുള്ള് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് നമുക്ക് ഏലക്കാപ്പൊടി അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. അന്നേരം എനിക്കൊരു കാര്യം മനസ്സിലായ, ചുക്കില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല സൂപ്പർ പായസമായിരുന്നത്. ഇത്രയും നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അന്നേരം ആ കുറുകി വരുന്ന സമയത്ത് വേണം നമ്മൾ ലാസ്റ്റ് പാല് 1-ാം പാൽ അതിൻ്റെ അകത്ത് ചേർത്ത് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്ത് അതിനുശേഷം ബാക്കിയും കൂടെ ഇരിക്കുന്നത് മിച്ചം വെച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് അതും കൂടെ ഒഴിച്ചങ്ങ് കൊടുക്കുക. വേണമെങ്കിൽ ഈ സമയത്ത് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് ഒരു നുള്ളു പോലെ ഉപ്പ് തൂളും നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് നട്ട്സും കിസ്മിസും നമ്മൾ വറുത്ത് വെച്ചത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇളക്കി എടുക്കുക. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് മറ്റേ വാനില എസൻസോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചേർക്കണം, കുറച്ചും കൂടെ